പ്രവാചകൻ തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ സമസ്ത കൊണ്ട് വളർന്ന ഒരുപാട് പ്രഭാഷകരെ നമുക്കറിയാം. അബ്ദുൽ ഹമീദ് വൈസിയെ പോലത്തെ ഇഖ്ലാസുള്ള പ്രഭാഷകരും അതല്ലാതെ സമസ്ത കൊണ്ട് പള്ള വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പ്രഭാഷകരുമുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ആൾ. എനിക്ക് വ്യക്തമായിട്ടറിയാം, അദ്ദേഹത്തിൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ നിന്നാണ് ഫുൾ ടൈലും അദ്ദേഹത്തിന് പോയിരിക്കുന്നത്. 5 പൈസ കൊടുത്തിട്ടല്ല, ഫ്രീ ആയിട്ട്. പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന ഇദ്ദേഹം സമസ്തയുടെ ഒരു ഖാദിമാണല്ലോ എന്ന നിലക്ക് സമസ്തയെ അതിരറ്റ് സ്നേഹിക്കുന്ന പണ്ഡിതന്മാരുമായിട്ടൊക്കെ ധാരാളം ബന്ധമുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് കിടക്കുന്ന ടൈലും ഗ്രാനൈറ്റും ഒക്കെ 5 പൈസ മേടിച്ചിട്ടില്ല. അത് ആലപ്പുഴയിൽ വന്നാണ് പൂക്കൂട്ടി എടുത്തുമ്പോൾ ആലോചിക്കണം, ആരാ കൊടുത്തത്? ആലപ്പുഴക്കാരാ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൊന്നും അല്ല കേട്ടോ, ആലപ്പുഴക്കാരാ കൊടുത്തത്. അത്രത്തോളം തെക്കൻ ജില്ലകളിൽ സമസ്ത അതിർത്തി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് എടുക്കാനും വേണ്ടി, ടൈൽ എടുക്കാനും വേണ്ടി വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ SYSൻ്റെ ഒരു പരിപാടി കൂടി പൂക്കോട്ടൂരിന് വേണ്ടി സംഘടിപ്പിച്ചു, മണ്ണഞ്ചേരി എന്ന പ്രദേശത്ത്. അപ്പോൾ എന്തായാലും ഒരു സാധനം എടുക്കാൻ വേണ്ടി വരുമല്ലേ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഒരു പരിപാടി കൂടി സംഘടിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അൽഹംദുലില്ലാഹ് നല്ല ആളതിൽ പങ്കെടുക്കുകയും ചെയ്തു. കാരണം സമസ്തയുടെ ഓരം ചേർന്ന് നിന്ന പൂക്കോട്ടൂർ ആയതുകൊണ്ട് ആളുകൾ പങ്കെടുത്തായി. ഇന്നത്തെ പൂക്കോട്ടൂരാണെങ്കിൽ ചന്തി കൊണ്ടുപോലും നോക്കുക, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തിനൊരു ഹദിയ ആ ജില്ലാ കമ്മിറ്റി കൊടുക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത പ്രദേശത്ത് ചെന്നിട്ട് ആ കിട്ടിയ എമൗണ്ട് തുറന്ന് നോക്കിയിട്ട് എനിക്കത് പോരാ, ഇത്ര വേണമെന്നും പറഞ്ഞ് ആ സംഘാടകരെ ഫോൺ ചെയ്ത് ആ സംഘാടകരെ പൈസ സ്ഥലത്ത് കൊണ്ട് കൊടുത്ത അനുഭവം എനിക്കറിയാം. ഞാൻ ഈ ടൈല് കൊടുത്ത ആളുടെ പേര് വ്യക്തമാക്കാനിട്ടാണ്. വ്യക്തമാക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, അവർക്കും കുഴപ്പമില്ല. കാരണം അവരും സമസ്തയെ മാത്രം സ്നേഹിക്കുന്നവരല്ല, അല്ലാണ്ട് ഇതേപോലെ എല്ലായിടത്തും അവിരൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഞാനത് വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രം. വേണ്ടി വന്നാൽ വ്യക്തമാക്കുകയും ചെയ്യും. പ്രവാചകൻ തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളൊക്കെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ്.